പ്രിയപ്പെട്ട കുട്ടികളെ, ഇനി നമുക്ക് അടുത്തതായിട്ട് വേറൊരു തരം എൻവലപ്പും കൂടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഒരു A4 ഷീറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ A4 ഷീറ്റിന്റെ നീള സൈഡിൽ നിന്ന് നമ്മൾ 1 സെന്റിമീറ്റർ അടയാളപ്പെടുത്തണം. ഇതേപോലെ 1 സെന്റിമീറ്റർ നമ്മൾ അടയാളപ്പെടുത്തുക. 1 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി ഈ 2 സൈഡും 1 സെന്റിമീറ്റർ അടയാളപ്പെടുത്തണം. ഈ അടയാളപ്പെടുത്തിയ ഈ 1 സെന്റിമീറ്റർ ഈ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് മടക്കിയെടുക്കാം. ഇങ്ങനെ മടക്കാം. ഈ സൈഡും ഇതേപോലെ തന്നെ നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് മടക്കാം. ഇനി അതേപോലെ തന്നെ ഇതിന്റെ ഈ ഒരു സൈഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 3 സെന്റിമീറ്റർ നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നു. 3 സെന്റിമീറ്റർ ഒരു സൈഡിൽ നിന്ന് അടയാളപ്പെടുത്തുക. ഈ സൈഡിൽ നിന്ന് 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്താം. അങ്ങനെ അടയാളപ്പെടുത്തി. ഇനി ഈ അടയാളപ്പെടുത്തിയ ഈ 3 സെന്റിമീറ്ററിലേക്ക് നമ്മൾക്ക് ഇതിന്റെ ഇങ്ങേയറ്റം ഈ തല ഇവിടെ കൊണ്ട് ഒട്ടിക്കുക. ഇങ്ങനെ ഒട്ടിക്കല്ല, ഇവിടം വരെ കൊണ്ടുവരിക. എന്നിട്ട് ഇതിങ്ങനെ മടക്കുക. ഉണ്ടല്ലേ? ഇവിടെ നിന്ന് ഈ അറ്റത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി ഇത് നിവർത്തുക. ഇനി ഇത് നിവർത്തിയിട്ട് നമ്മൾ ആദ്യമേ 1 സെന്റിമീറ്റർ ഇവിടുന്ന് ഇവിടം വരെ ഈ മടക്കിയ ഇവിടം തൊട്ട് ഇവിടം വരെ 1 സെന്റിമീറ്റർ. അതേപോലെ തന്നെ ഈ 1 സെന്റിമീറ്റർ നമ്മൾ കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യണം. ഈ മടക്കി 2 മടക്കും കട്ട് ചെയ്യും. ഇതുപോലെ കട്ട് ചെയ്യും. കട്ട് ചെയ്ത് ഈ സൈഡും ഇതുപോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ മടക്കി. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ 3 സെന്റിമീറ്റർ ഇവിടുന്ന് ഇവിടം വരെ ഈ 3 സെന്റിമീറ്റർ ഇവിടം വരെ അതും കട്ട് ചെയ്യണം. ഈ 2 സൈഡും ഇവിടം വരെ വീണ്ടും കട്ട് ചെയ്യുക. ഇങ്ങനെ കിട്ടി. ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ ഈ അറ്റം ഇങ്ങനെ വെക്കും. ഈ അറ്റം നമ്മൾക്ക് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ മടക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കി ഈ 2 സൈഡും നമ്മൾ ഇങ്ങനെ മടക്കും. ഇങ്ങനെ മടക്കുമ്പോൾ ഇവിടെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മടക്കുന്ന കൃത്യം വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കോണായിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുക്കാം. ഈ അറ്റം ഇനി ഇതേപോലെ തന്നെ ഇതിന്റെ സെന്റർ ഇവിടെ നിന്നുള്ള സെന്റർ എടുക്കാം. സെന്റർ എടുത്തതിന് ശേഷം സെന്റർ ഇവിടെ നിന്ന് 18 9 ഇവിടെ സെന്റർ കണക്കാക്കുക. ഈ സെന്റർ കണക്കാക്കിയിട്ട് ഈ സെന്ററിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 2 സെന്റിമീറ്റർ നമ്മൾ മുറിക്കുന്നു.
2 സെന്റിമീറ്റർ അടയാളപ്പെടുത്തും. ഈ 2 സെന്റിമീറ്റർ ഇതാ ഈ അറ്റത്തുനിന്ന് വരയ്ക്കുക. ഇങ്ങനെ വരച്ചു. ഇനി ഈ വരച്ച അറ്റം, ഈ വരച്ചത് നമ്മളൊന്ന് കട്ട് ചെയ്യും. വരച്ച് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ കോണ് ഇവിടെ ഇങ്ങനെ ചതുരാകൃതിയിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഇത് നമുക്കൊന്ന് ഷേപ്പ് ആക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇത് അതിന് നമുക്ക് ഇങ്ങനെ ഒന്ന് പിടിക്കാം. ഇങ്ങനെ ഇവിടെ മടക്കാതെ ഇങ്ങനെ ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ട് ചെറുതായിട്ട് നമ്മളൊന്ന് ഷേപ്പ് ആക്കാതിരിക്കുന്നു. ഈ അറ്റം മാത്രം ഇങ്ങനെ. അതിനുശേഷം ഈ സൈഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇവിടെ പശ തേച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഒട്ടിക്കാം. ഈ 2 സൈഡും ഇങ്ങനെ ഒട്ടിക്കാം. ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഈ കവർ ഇങ്ങോട്ട് കാണത്തില്ലാത്ത രൂപത്തിൽ നിങ്ങൾക്ക് ഇവിടെ ഇത് മടക്കിയിട്ട് ഇവിടെ പശ തേക്കാം. ഇങ്ങനെ ഈ 2 സൈഡിലും പശ തേച്ചിട്ട് ഇതിങ്ങനെ മേലോട്ട് ഒട്ടിക്കാം. ഇതുപോലെ ചെയ്യാം. ഇതിങ്ങനെ പശ തേക്കാം. 2 സൈഡിലും പശ തേച്ച് ഇനി ഇത് ഇങ്ങനെ ഒട്ടിച്ചു. അപ്പം നല്ലൊരു പേപ്പർ കവറായി. ഇതിലൂടെ നിങ്ങൾക്ക് പേപ്പറുകളോ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പോസ്റ്ററുകളോ പേപ്പറുകളോ ഒക്കെ നിങ്ങൾക്ക് കത്തുകളും ഒക്കെ പോസ്റ്റ് ചെയ്യാം. ഇവിടെ പേരും അഡ്രസ്സും എഴുതുക. കണ്ടോ? അപ്പോൾ 2 എൻവലപ്മെന്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ പഠിച്ചല്ലോ അല്ലേ? എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.